പ്രേമം തകർന്നവരുടെ നാഷണൽ ആന്തം. അതിനകത്ത് അതിന്റെ ഉത്തരമാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് സലീം. ആണല്ലേ? സലീമേട്ടനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞാണ് ഞാൻ എപ്പോഴും പറയും, മമ്മൂട്ടി സാർ, മോഹൻലാൽ സാറൊക്കെ അത് കഴിഞ്ഞാൽ അത്ര ഇഷ്ടം. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ ഏത് രക്തഗ്രൂപ്പിലുള്ളവരാണ്? ഏതാ? ഓപ്പോസിറ്റ്. ഏതാ? ഞാൻ ഓപ്പോസിറ്റ്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുള്ളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. രാവിലെ കൃത്യസമയത്ത് ഉച്ചയ്ക്ക് കഴിക്കണം, രാത്രി കഴിക്കണം, അതെനിക്ക് കറക്റ്റ് ആയിട്ട് കഴിക്കണം. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചു തന്നെ. ഇങ്ങനെ പാട്ടും പാടി എന്തെങ്കിലും ലിബിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടോ? അവള് വേറെ പാട്ടാ പാടാൻ സമയത്ത്. തത്തകളെ പൂച്ചകളെയൊക്കെ വെച്ചിട്ട് ഒരു മത്സരം ആന്ന്. അതായത് അവര് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. അവര് പട്ടികളൊക്കെ ഉണ്ടാവുന്ന തോന്നാം. അപ്പൊ അവര് പാടുമ്പോ നമ്മൾ ജഡ്ജ് ചെയ്യാം, ശ്രുതിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക. അവള് എന്നെ കൊണ്ട് ലിവിച്ച എൻ്റെ ഒരു വീഡിയോ എടുക്കും. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ ഞാനത് ഇച്ചിരി എന്നിട്ട് സ്പീഡിൽ, സ്ലോ ആണ് വണ്ടി, പക്ഷെ ഞാനത് ഇച്ചിരി സ്പീഡിലാക്കി. ഇപ്പോഴും മറ്റേ മീറ്ററിൽ സ്പീഡ് കാണിക്കുന്നത് മാറില്ലല്ലോ. അതുപോലെ സാറ്റലൈറ്റ് ഓടായിരുന്നു. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും, മാറോടു ചേർത്തൊന്നു കൊഞ്ചിച്ചൂടെ, എല്ലാരും നിന്നോടെ ഉല്ലാസത്തിലല്ലേ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ചക്കം പക്കത്തിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ചക്കം പക്കത്തില് എന്റെ കൂടെ കളിക്കാനും ഗെയിമിനൊക്കെ റെഡി ആയിട്ട് വന്നിരിക്കുന്നത് ലിബിനും ലിബിന്റെ വൈഫ് തെരേസയുമാണ്. ഹലോ, ഹായ്, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. ലിബിൻ എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും അറിയുന്നത് ലിബിൻ എന്ന് പറഞ്ഞാൽ പാട്ടാണ്. ലിബിന്റെ ഉള്ള സംസാരം തുടങ്ങുന്നതിലേക്ക് മുമ്പ് തന്നെ ലിബിന്റെ പാട്ടിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ ഏത് പാട്ട് കേൾക്കാനാ തെരേസയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ലിബിന്റെ ഏത് പാട്ടാ? എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് കാറിൽ വരുമ്പോ പാടിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, കുക്കുറുകി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഭയങ്കര MG ഫാനാണ്. MG സാറിന്റെ, MG ശ്രീകുമാർ സാറിന്റെ എല്ലാ പാട്ടുകളും. MG ഫാൻ എന്ന് പറയുമ്പോ MG ഹെക്ടർ അതല്ല, MG ശ്രീകുമാർ സാറിന്റെ ഭയങ്കര ഫാനാണ്. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് സാറിന്റെ ഷോസിൽ ഞാൻ പാടാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ അങ്ങനെ പാടിയ ഒരു പാട്ട് ഞാൻ വെറുതെ വന്നപ്പോ ഇങ്ങനെ പാടിയതാ. ആ പാട്ട് തന്നെ പാടിയിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. കുക്കിക്കുറുകിയും കുകുകുക്കുകിയും വേൽക്കായും വെട്ടുക്കിളി, കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകൂട്ടി പായാനെന്തേ, കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കുരുന്നുകൾ നിന്നെ ഒരാളെയും പേടിച്ചു നിൽപ്പാണി, കുക്കിക്കുറുകിയും കുകുകുക്കുകിയും വേൽക്കായും വെട്ടുക്കിളി, കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകൂട്ടി പായാനെന്തേ, അല നിറയും ഒരരുവിയിൽ ഒരു ചെറുമണി മരനിഴലിൽ വെയിൽ വിരിച്ചു കസവ് തുന്നുമരിയ ചിത്രശലഭം, അല നിറയും ഒരരുവിയിൽ ഒരു ചെറുമണി മരനിഴലിൽ വെയിൽ വിരിച്ചു കസവ് തുന്നുമരിയ ചിത്രശലഭം, മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും, മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും, മാറോടു ചേർത്തൊന്നു കൊഞ്ചിച്ചൂടെ, എല്ലാരും നിന്നോടെ ഉല്ലാസത്തിലല്ലേ. താങ്ക് യു. എപ്പോഴും തെരേസയാണെങ്കിലും പാട്ട് പാടാവോന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ ലിബിൻ പാടാറുണ്ടോ?
അങ്ങനെ പാടാറുണ്ട്. ഉണ്ട്. ഉണ്ട്. അല്ലാതെ പാട്ട് ഒരിക്കലും പാടിക്കൊണ്ടായിരിക്കും. തൊണ്ട ശരിയല്ല പിന്നെ പാടാം അങ്ങനത്തെ എക്സ്ക്യൂസസ് ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ തൊണ്ട ശരിയില്ലാത്ത സമയത്ത് അങ്ങനെ ചോദിക്കാറില്ല. ആ. അല്ലാതെ ക്ഷീണിച്ചൊക്കെ വരുമ്പോ ചോദിക്കില്ല. വെറുതെ ഇരിക്കുമ്പോ ഞാൻ ചോദിക്കും ആ പാട്ട് പാടിത്തരുമോ എന്നൊക്കെ അപ്പൊ ചോദിച്ചു തന്നെ പാടിത്തരും. പാടിത്തരും. പിന്നെ മോനുണ്ടല്ലോ ആ. മൂത്തവൻ, ആ. അവൻ എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ നടക്കണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ പാടിയാണ് അവനെ എന്റർടൈൻ ചെയ്യണത്. ആഹാ. അപ്പൊ വീട്ടിലെപ്പോഴും ഒരു പാട്ടുണ്ടാവും. പാട്ടുണ്ടാവും. ഓക്കെ, 2 കുട്ടികളാണ്, രണ്ട് രണ്ടും ആൺകുട്ടികൾ. ആൺകുട്ടികൾ. മൂത്ത മോനിപ്പോ 3 വയസ്സ്. 3 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 1 1 വയസ്സ്. ഓക്കെ, ഈ 3 വയസ്സുകാരൻ ഭയങ്കര സംസാരപ്രിയനാണോ? അതെ ആണ്. അതെ. പാട്ടിനോടുള്ള താല്പര്യമോ? പാട്ട് രണ്ടുപേർക്കും പാട്ട് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ കാറിലൊക്കെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇവർ രണ്ടൊരു സീറ്റിലിരുത്താറ്. ഓക്കെ. അപ്പൊ ഇവർ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കാണിച്ചാൽ പോലും പാട്ട് വെച്ചാൽ അവര് ഭയങ്കര ഓക്കെയാണ്. ഇളയവനാണ് ഇങ്ങനെയാണ് താളം പിടിക്കുക, അവൻ മൂത്തവൻ ഇങ്ങനെയൊക്കെ ചെറിയ ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള മ്യൂസിക് ആണെങ്കിൽ അവൻ ഇങ്ങനെ, മെലഡി ഒക്കെ ഇങ്ങനെ, ആ. ഫാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. മൂത്തവനൊപ്പം ഇരുന്ന് പാടും കൊറേയൊക്കെ. പക്ഷെ ഞങ്ങള് ഇങ്ങനെ കാറിൽ പാട്ട് ഇവന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി പെട്ടെന്ന് മ്യൂട്ട് ചെയ്യും. ഉം. ആ സെക്കൻഡിലോ അവൻ നിർത്തും. ആ. അവന് ഭയങ്കര പാടാണ് പാടി നമുക്ക് കേൾക്കാനായിട്ട്. പക്ഷെ ആ. പാടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേരും അപ്പൊ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഉണ്ട്, അല്ലേ? ഉണ്ട്, പാട്ടിനോടുള്ള ഒരു ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഉണ്ട്. ഓക്കെ. അവർക്കിപ്പോ മൂത്ത മോനും 3 വയസ്സിലായിട്ടുള്ളൂ, പക്ഷെ അവൻ അറിയാമോ അവന്റെ അച്ഛൻ ഒരു വലിയൊരു സിംഗർ ആണ്? അങ്ങനെ അറിയില്ല. ആ. പക്ഷെ അവന് ഞാൻ പാട്ടുകാരൻ പാടുന്ന ആളാണെന്ന് അവൻ അറിയാം. അറിയാം. അവന് അത് ഞാനിവിടെ ഷോസിനൊക്കെ പോകുമ്പോൾ അവനെ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ അടുത്തുള്ള പരിപാടികൾക്കൊക്കെ ഞാൻ കൂടെ കൊണ്ടുപോകാറുണ്ട്. കൊണ്ടുപോകും. ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. ആ, അപ്പൊ അതായത് അവനൊരു 2 വയസ്സ് വരെയൊക്കെ അവനെ കൊണ്ടുപോയ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവൻ സ്റ്റേജിൽ വരാനായിട്ട് ബഹളം ഉണ്ടാക്കുമായിരുന്നു. വയ്ക്കും. ഇപ്പൊ അതില്ല. ഇപ്പൊ അവൻ അത് ഫുൾ ടൈം ഇരുന്ന് എൻജോയ് ചെയ്യും. ആ, ഒരു ഓക്കെ. കുഞ്ഞു ക്യാമറയൊക്കെ മേടിച്ചു കൊടുക്കുന്നത്, അതിൽ എന്റെ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. ആഹാ. അങ്ങനെ ശരിക്കുള്ള ക്യാമറ, കുട്ടികളുടെ ക്യാമറ. അപ്പൊ അതിങ്ങനെ എടുത്ത് അപ്പയുടെ ഫോട്ടോ എടുക്കും, എൻജോയ് ചെയ്യുന്നവരുടെ ഫോട്ടോ എടുക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇവർക്ക് പാട്ടിനോടുള്ള അറിവും ഇവരുടെ ലിബിൻ ഒബ്വിയസ്ലി ഇതിനെല്ലാം ആൻസർ പറയും, എനിക്ക് ഷുവർ ആണ്. അതുപോലത്തെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അല്ലല്ല, നമുക്ക് നോക്കാം, ഞങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ചുമ്മാ ഈസി ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊക്കെയാണ്. നമുക്ക് Okay. ചക്കം പക്കത്തിന്റെ ഗെയിമിലേക്ക് പോവാം. Okay. ചക്കം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യങ്ങൾ വരും. എങ്ങാനും ആൻസർ തെറ്റിപ്പോയാൽ, കറക്റ്റ് ആൻസർ കിട്ടിയാൽ കൈയോടിയോടി നമ്മൾ മുന്നോട്ട് പോകും. ആൻസർ എങ്ങാനും തെറ്റിപ്പോയാൽ നമ്മൾ പക്കത്തിലേക്ക് പോകും. പക്കം എന്ന് പറഞ്ഞാൽ ടാസ്കുകളാണ്. അപ്പോൾ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ ഒരു ടാസ്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്തായിട്ട് വരും. അപ്പൊ ആ ടാസ്കിൽ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, അത് നമുക്ക് നോക്കണം ഓരോന്നോരോന്നൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പൊ ഇത് ചക്കം പക്കത്തിലേക്ക് നമ്മൾ പോണു. ചക്കം കാർഡ്സ് ആണ് എന്റെ കയ്യിലുള്ളത്. അതിൽ തന്നെ 1 2 3 എന്ന് പറഞ്ഞ് മൊത്തം 10 കാർഡ്സ് ആണ് എന്റെ ഉള്ളത്. ഓക്കെ. അപ്പൊ ഈ 10 കാർഡ്സ് ഞാനിപ്പോ നിങ്ങൾക്ക് അങ്ങ് സമ്മാനിക്കുകയാണ്. നിങ്ങൾ ഇത് തുറന്നു നോക്കരുത്. ഓക്കെ. ഇതിനകത്ത് ചില സീക്രട്സുകളൊക്കെ ഉണ്ട്. അപ്പൊ തുറന്നു നോക്കാതെ രണ്ടുപേരും കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണം ഇത് ഷഫിൾ ചെയ്തു എങ്ങനെ വേണേലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോ നമ്പർ എടുക്കാം. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് എടുക്കുന്ന നമ്പർ 3 ആണെന്ന് വെക്കുക. അപ്പൊ 3 ആണെങ്കിൽ 3 എന്ന് പറയുമ്പോൾ ഞാൻ ആ 3യിൽ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ചോദ്യം നിങ്ങൾക്ക് തരും. അതെല്ലാം പാട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ. ഇനി ഈ ചിലപ്പോ ഞാൻ തരുന്ന ചോദ്യം മൊത്തം ഷഫിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ആസ്ഥാന ഗായകനോട് ഇരിക്കുമ്പോൾ ഈസി ആയിട്ട് പ്ലേറ്റിലേക്ക് അങ്ങ് വിളമ്പി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. അപ്പൊ ഞങ്ങൾ ചിലപ്പോ പാട്ടിന്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ നേരെ തലതിരിഞ്ഞൊക്കെ ആയിരിക്കും ഞങ്ങൾ പാട്ട് എഴുതി വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ചോദ്യം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. പിന്നെ ചിലത് നമ്മൾ സിറ്റുവേഷൻസ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പൊ ആ സിറ്റുവേഷൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് പാട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ഈ കാർഡ് തുറന്നു നോക്കരുത്. ആ, വാങ്ങിച്ചോ. ഓക്കെ. അപ്പൊ ഇപ്പൊ മൊത്തം 10 കാർഡ് തന്നിട്ടുണ്ട്. ഈ 10 കാർഡ്സില് 5 കാർഡ്സ് തെരേസയ്ക്ക്, 5 കാർഡ്സ് ലിബിനുള്ളതാണ്. അതായത് നമ്മൾ ഇനി ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി നിങ്ങൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഒന്നുമല്ല, നിങ്ങൾ തമ്മിലാണ് കോമ്പറ്റീഷൻ വരാൻ പോണത്. ഓക്കെ. അപ്പോൾ ലിബിന്റെ ശത്രുവാള് തെരേസ, തെരേസയുടെ ശത്രുവാള്. അപ്പൊ ആരാണ് കൂടുതൽ ജയിക്കുന്നത്, ഇവിടുന്ന് ഗപ്പം കൊണ്ട് പോണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഒരു രീതിയിലും പാർട്ട്ണർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കോ, സപ്പോർട്ട് ചെയ്യോ, ഒന്നും ചെയ്തത് ഇല്ല. ഓക്കെ. റെഡി. അപ്പോൾ ഒരാൾക്ക് 5 കാർഡ്സ് ഈച്ച് ആണ്. ആദ്യം ആര് തുടങ്ങും? ലേഡീസ് ഫസ്റ്റ്. തെരേസ തുടങ്ങാം. ഇഷ്ടമുള്ള തെരേസയ്ക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ഏതാണ്? 5. ഓക്കെ. 5ലുള്ള ചോദ്യം തെരേസയാണ്. ആൻസർ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നോക്കട്ടെ. കേരളത്തിലെ പ്രേമം തകർന്നവരുടെ നാഷണൽ ആന്തം. കേരളത്തിലെ പ്രേമം തകർന്നവരുടെ നാഷണൽ ആന്തം അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി. ആണോ? നമ്മുടെ ക്രൂ ഉണ്ടല്ലോ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ത് ചോദിച്ചാലും ഇവർക്ക് കറക്റ്റ് ആൻസർ അറിയാം. ആണോ? കേട്ടോ, ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കരുത്. കുട്ടി താഴേക്ക് വരും, ചിന്തിക്കൂ, എന്നാലേ അത് കറക്റ്റ് കിട്ടുള്ളത്. ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പിള്ളേർ വേണേ ഹെൽപ്പ് ചെയ്യും. പ്രണവാണത്.
ഇത് വിജിത്ത്. ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഹെൽപ്പ് ചെയ്ത് തരും. അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കരുത്. അല്ല എനിക്കത് പിടികിട്ടിട്ടില്ല. ഇല്ലേ? ഇല്ല. കേരളത്തിലെ പ്രേമം തകർന്നവരെല്ലാരും പാടുന്ന പാട്ടാണ്. അവരുടെ ഒരു നാഷണൽ ആന്തമാണിത്. നിങ്ങളുടെ പ്രേമം തകർന്നിട്ടുണ്ടാവില്ല. പ്രണവിന് എത്രയോ പ്രേമങ്ങൾ തകർന്നിരിക്കുന്നു. സ്ഥിരം. മാനസമയിലെ അപ്പൊ ഞാൻ കൗണ്ട് ചെയ്യാം. ഉറപ്പിച്ചോ? 5 4 3 2 മാനസമയിനെ ഉറപ്പിച്ചു. മനസ്സമായിനെ ആ. ക്ഷമ ഇന്നത്തെ പാട്ട്. ഇനി ആ 5-ലെ തുറന്നു നോക്കിക്കുക. അതിനകത്ത് അതിന്റെ ഉത്തരമാണ് എഴുതിയിരിക്കുന്നത്. അയ്യോ അയലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു. ഇതാണ് പറയുന്നത്. എല്ലാരും പറയുന്നത് ഞാൻ ഈ വശത്തോട്ട് നോക്കില്ല. എവിടെ എന്റെ ദുഷ്ടന്മാര്. പക്കം എവിടെ? പക്കം എന്റെ പക്കം തരൂ. എന്നും നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളെ ജയിപ്പിച്ച് കൊണ്ടുവരുന്ന വിജിത്തും പ്രണവും ഇന്ന് ആ കുട്ടി കറക്റ്റ് ആൻസർ പറഞ്ഞ കുട്ടിയുടെ മേളിൽ നിന്നെടുത്ത് താഴത്തേക്ക് ഇട്ടു. ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളെ വിചാരിച്ചില്ല പ്രൊഡ്യൂസർ ഇന്ന് ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവരവരുടെ റേഞ്ചിലുള്ളതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ പക്കം അവര് ചെയ്യണം. നടന്നതുവാ. അതെ. അത് അവരോട് ചോദിച്ചു നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഇതോടെയാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് പറയുന്നത് എന്താണോ നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആവാം. അവിടുന്ന് ഇവിടുന്നും പലതും കേൾക്കും. നമ്മൾ അതനുസരിച്ച് ചെയ്യരുത്. കുട്ടി പാഠം നമ്പർ 1 പഠിച്ചു. ഓക്കെ. അപ്പൊ എന്താണ് പക്കം? തെരേസ കുട്ടിക്ക് ആദ്യത്തെ ടാസ്ക് അങ്ങ് വന്നിരിക്കുകയാണ്. ശരീരത്തിലെ ഏറ്റവും വൃത്തി കുറഞ്ഞ അവയവം. നമ്മുടെ ശരീരത്തിലെ ഒരു പാർട്ടാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആ പാർട്ടാണ് ആക്ച്വലി ബാക്കിയുള്ള ശരീരത്തിലെ ബാക്കി ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വൃത്തി കുറഞ്ഞതെന്ന്. എനിക്ക് തോന്നുന്നില്ല അത് കറക്റ്റ് ആണെന്ന്. ആണോ? ഏതാ? പക്ഷെ അതല്ല. ആൻസർ തെറ്റുപോലെ. നീ വീണ്ടും ഒന്ന് തോൽവിയ. നിനക്ക് വീണ്ടും തോൽവിയ. ഏതായിരിക്കും? ഏതാണ്? തൊക്കാണോ? ത്വക്കല്ല, കൈയാണ്. കൈയാണോ? ലിബിനെന്താ തോന്നണേ? ആർക്കും കറക്റ്റ് കിട്ടുന്നില്ല. ലിബിനെന്താ തോന്നണേ? ഇങ്ങനത്തെ വളഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടണ്ടാണല്ലോ. ആണല്ലോ. എനിക്ക് വന്നറിയോ നാക്കെന്ന്. ഓക്കെ, അതെ അതെ. വിജിത്തിന് എന്താ തോന്നണേ? അതായത് ബുദ്ധിയല്ലേ പറയാ. അതായത് ഏറ്റവും വൃത്തിയുള്ളതും എന്നാൽ ഏറ്റവും വൃത്തികേടാവാൻ സാധ്യതയുള്ളതായ അവയവമാണ് നാക്ക്. വെരി ഗുഡ്. അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ? വായ അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ എപ്പോഴും ഭക്ഷണം കഴിക്കും. കുസൃതി അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു കുസൃതി ചോദ്യമല്ലെന്ന്. ഓക്കെ. നീ തെറ്റു ഉത്തരത്തിന് വേറെ പണിഷ്മെന്റ് ഇല്ലല്ലോ. ഇനിയില്ല. ഓ അപ്പൊ ഈ ഉത്തരം തെറ്റിയാ കുഴപ്പമില്ല. ഇല്ല. പാവല്ലേ. ഈ ഉത്തരം കിട്ടിയാൽ നമ്മൾ ഇതോടെ കല്യാണം തീർന്നു. നമ്മള് ഇത്രയൊക്കെ ഉള്ളൂ നമ്മള്. എന്നാലും കറക്റ്റ് ആയിട്ട് അതോടെ പറഞ്ഞു ആൻസർ. അടുത്ത നമ്പർ എടുത്തോ. അയ്യോ. ഓക്കെ. 10. 10ാമത്തെ ചോദ്യം. ഓക്കെ. ഇന്നസെന്റിനൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്നസെന്റിനൊപ്പം MG ശ്രീകുമാറും KS ചിത്രയും ഒരുമിച്ച് പാടിയ മലയാള ഗാനം. ഇന്നസെന്റിനൊപ്പം ഇന്നസെന്റിനൊപ്പം ഇന്നസെന്റ് ഏട്ടൻ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. പോട്ടെ. 5 തന്നെ 4 പറയാം. 3 2 1 0. ഞങ്ങൾക്ക് ടാസ്കുകൾ കുറെ ഉണ്ട്. അതൊക്കെ തീർക്കണം. കിട്ടിയില്ലല്ലോ. ഇല്ല, തുറന്നു നോക്കണം. അപ്പൊ തുറന്നു നോക്കിക്കോ. പാട്ടേതാന്ന്? ഓ കുണുക്ക് പെൺമണിയേ കുണുക്ക്. എനിക്ക് പക്ഷെ മനസ്സിലേക്ക് ജഗതി ചേട്ടൻ പാടിയ പാട്ടുകളാണ്. പക്ഷെ അന്നേരം അത് MG സാറുമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഉത്തരം പറയാം. ഇത് കറക്റ്റ് ആണ്. ശരി. അപ്പൊ ഇനി ഇതും പറഞ്ഞില്ല. ഇനി ഇതും കുണുക്കിലാക്കണം. അപ്പൊ അതിന്റെ ഇതൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ ഇടയ്ക്ക്. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ ടാസ്ക് പിടിച്ചോളൂ. ഇതാണ് ചോദ്യം. ഏത് രാജ്യത്താണ് സ്വർണ്ണ വണ്ടികൾ ഓടുന്നത്? അത് ഏത് രാജ്യത്താ? സ്വർണ്ണ വണ്ടികളോ? സ്വർണം കൊണ്ടാണ് ഈ വണ്ടികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ നിഗമനം. കണ്ടുപിടിച്ചത് സ്വർണ്ണ വണ്ടികൾ ഏതോ ഒരു രാജ്യത്ത് സ്വർണം കൊണ്ടുണ്ടാക്കിയ വണ്ടികൾ ഓടുന്നുണ്ട്. സത്യമാണല്ലോ അല്ലേ? റിച്ച് ആയിട്ടുള്ള ഏത് രാജ്യം? മോനെ തോൽവി സംഭവിച്ചാ കിട്ടൂല. സ്വർണ്ണ വണ്ടികൾ മാത്രമല്ല ആ രാജ്യത്തുള്ളത്. പക്ഷെ ആ രാജ്യത്ത് സ്വർണ്ണ വണ്ടികളും ഉണ്ട്. സ്വർണ്ണ വണ്ടികളും ഉണ്ട്. അതേത് രാജ്യത്താണ്? വല്ല KGF എന്നൊക്കെ പറയും. അവിടെ സ്വർണ്ണമുള്ളൂ, വണ്ടി ഇല്ല. അപ്പൊ എവിടെയാണ് സ്വർണ്ണ വണ്ടി? എത്തിയല്ലോ. കുഴിച്ചെടുക്കുന്ന സ്ഥലമൊക്കെ ആലോചിച്ചു നോക്ക്. സ്വർണ്ണ കളർ വണ്ടികളല്ലേ? ടാക്സി ആണോ? സ്വർണ്ണം ഉണ്ട്. സ്വർണം എനിക്കറിയില്ല. ഇന്ന് ദുബായിയുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് പറ. ഷാർജ, പോട്ടെ. അബുദാബി, പോട്ടെ. കുവൈറ്റ്, പോട്ടെ. കുവൈറ്റ്, ഇല്ല സൗദി. സൗദിയിലാണ്.
സൗദിയിലാണ് ശരി. സ്വർണത്തിന്റെ വണ്ടി ഉള്ളത്. എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഒന്നുമല്ല, ഞാൻ പറയിപ്പിച്ചെടുത്തല്ലേ. Okay. ഈ ടാസ്കിന് ഒരു ടാസ്കും കൂടെ കൊടുക്കട്ടെ. എന്നാ ഇന്ന് ഒരു ചോദ്യം കൂടെ കൊടുക്കാം. നേരം വിളിക്കും. അല്ല നിങ്ങൾ എല്ലാം ഈ എസ്കേപ്പ് പിടിച്ചോണ്ട് ഇത് അടുത്തൊരു ചോദ്യം കൂടെ പിടിച്ചോ. ആ. ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു. Okay. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ ഏത് രക്തഗ്രൂപ്പിൽ ഉള്ളവരാണ്? ബി ഏതാ? പോസിറ്റീവ്. ഓപ്പോസിറ്റീവ്. നിങ്ങൾ രണ്ടുപേർക്കും രണ്ട് ആൻസർ ആണല്ലോ. നിങ്ങൾ ഏതാ ബ്ലഡ്? ഞാൻ ഓപ്പോസിറ്റീവ്, അവള് ബി പോസിറ്റീവ്. അതുകൊണ്ടല്ലേ അത് പറഞ്ഞത്. ശരി, നിങ്ങൾ രണ്ടുപേർക്കല്ല ബുദ്ധി. ആർക്ക്? ഞാനും ഓപ്പോസിറ്റീവ്, പക്ഷെ നമുക്കൊന്നും അല്ല ബുദ്ധി. എ പോസിറ്റീവ്. എ ബി പോസിറ്റീവിനാണ്. ആണോ? ഓ, ശരി. എ ബി ഒരു- പോസിറ്റീവ് ആണ് രണ്ടെണ്ണം ഏറ്റവും ഉണ്ട് കൂടുതൽ. ഇതില്. ഒരു വര പറഞ്ഞു. ബി ഉണ്ടല്ലോ അതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതിനൊന്നും വേണം. നമുക്ക് ഇനി അടുത്ത പുതിയ അറിവ്. പക്കത്തിലേക്ക് പോവാം. അല്ല, ചക്കത്തിലേക്ക് പോവാം. എടുത്തോ, നമ്പർ എടുത്തോ. ഞാനല്ലേ ഞാൻ എടുത്തേ. അല്ല, നീ എടുത്തോ. പച്ച. ഫേവറേറ്റ് കളറാണോ ഗ്രീൻ? അങ്ങനെ ഗ്രീൻ. അതെ, ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഗ്രീൻ. 4. 4. ഓക്കെ. മണവാളൻ പാടാൻ ആഗ്രഹിച്ച പാട്ട് അതേതാ? മണവാളൻ പാടാനാ. മണവാളൻ പാടാൻ ആഗ്രഹിച്ച പാട്ട് ഏത് മണവാളനാണോ? എന്റെ മനസ്സിൽ വന്നത് ആ മണവളം തന്നെയാവും. ഗുജറാത്തി കാലത്തെല്ലാം കിട്ടിയെന്ന്. ആണോ? അതാ ഉറപ്പിച്ചോ? ആ. ആണ്. വേറെ മണവാളിനൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആക്ടറാണ്. ഇവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് സലീം കുമാർ. ആണല്ലേ? സലീമേട്ടനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് കഴിഞ്ഞാണ് ഞാൻ എപ്പോഴും പറയും, എനിക്ക് മമ്മൂട്ടി സാർ മോഹൻലാൽ സാർ ഒക്കെ അത് കഴിഞ്ഞിട്ട് അത്ര ഇഷ്ടം എനിക്ക്. അത്രയ്ക്ക് ഇഷ്ടമാണ് സലിമേട്ടനെ. ഓക്കെ, നോക്കട്ടെ. Yes. കണ്ടോ, സലിമേട്ടനെ അത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സലിമേട്ടന്റെ ആ ഒരു ബ്ലെസ്സിംഗ് അവിടെ കിട്ടി കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ടാസ്ക് ഇല്ലല്ലോ. കെട്ടിയ പെണ്ണ്. പഞ്ചാബി അങ്ങനെയല്ലേ പറയുന്നത്. അതെല്ലാവർക്കും പെട്ടെന്ന് വരും കേട്ടോ. കിട്ടുമായിരിക്കും. കിട്ടും അത്. കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ലിബിന്റെ ടേൺ ആണ്. എടുത്തോ. ഈശ്വര. 9. 9. ഓക്കെ. ഉപ്പിലിട്ട മാങ്ങയുമായി പ്രിയനെ സദ്യക്ക് വിളിക്കുന്ന നായിക. ആ ഉപ്പിലിട്ട മാങ്ങയാക്കി മാറ്റുമെന്ന് ചോക്ലേറ്റ് പോലെയുള്ളൊരുണ്ട മേനി ചെത്തി ഉപ്പിലിട്ട മാങ്ങയാക്കി മാറ്റുമെന്ന്. അതല്ലേ? അതല്ല, വേറെ ഉപ്പിലിട്ട മാങ്ങ ഏതാ? തെറ്റിക്കാം. അത് തന്നെ ആയിരിക്കും. ഒരു തരം ആ അതാണല്ലോ ഉപ്പിലിട്ട മാങ്ങ. എനിക്കത് അതേ ഓർമ്മ. ഉള്ളൂ. വേറെ ഒന്നും പറഞ്ഞില്ല. നോക്കൂ. കരിമീൻ പൊരിച്ചത് വയലാ പൊരിച്ചത് കരിമീൻ കുടംപുളി ഇട്ട് വെച്ച ആ ഓ ഉണ്ണാൻ വെച്ചതന്നെ. എന്നാ പാട്ടൊക്കെ പഠിക്കും. നിനക്ക് സ്വകാര്യത്തിലെങ്കിലും പറയാം. ആ പാട്ടൊക്കെ അയല പഠിക്കും. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചു തന്നെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചു തന്നെ. കിട്ടി. ഇങ്ങനെ പാട്ടും പാടി എന്തെങ്കിലും ലിബിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടോ? തിരഞ്ഞെടുത്തി അവള് വേറെ പാട്ടാ പാടാ സമയത്ത്. എന്ത് പാട്ടാ വിളിച്ചിട്ടാ? ഇവിടെ പാലിച്ച എവിടെ ഇത് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് വിളിച്ചു. എനിക്കാണെങ്കിൽ ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടന്റാ. ആ. അപ്പൊ രാവിലെ കൃത്യസമയത്ത് കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കണം, രാത്രി കഴിക്കണം. അതെനിക്ക് കറക്റ്റ് ആയിട്ട് കഴിക്കണം ആൾക്കാര്. അപ്പൊ ഞാൻ കഴിക്കാൻ വിളിച്ച വരണം. ഞാൻ പറയും വേറെ ഒന്നും പറയണില്ല, ഭക്ഷണം വന്ന് കഴിച്ചിട്ട് പോകുന്ന പറയും. ഓക്കെ, എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം. യോർ ടേൺ. അല്ല എനിക്ക് പക്കം തന്നില്ല. ആ, ചോദിച്ചു വാങ്ങുകയാണല്ലേ? അതല്ല, ആഹാ, ഞാൻ മറന്നുപോയായിരുന്നു. ചോദിച്ച് പനിഷ്മെന്റ് വാങ്ങുന്ന ഒരേ ഒരു കുട്ടീനെ കണ്ടിരിക്കുകയാണ്. കുട്ടി, ഇതാണ് പനിഷ്മെന്റ്. പ്രാങ്ക് കോൾ ടു എ സെലിബ്രിറ്റി ഫ്രണ്ട്. ആ, വിളിച്ചോളൂ. സെലിബ്രിറ്റി ഫ്രണ്ടിനെ ആരെങ്കിലും വിളിച്ച് പറ്റിക്കണം. പ്രാങ്ക് കോൾ ചെയ്യണം. ആരെ വിളിക്കുന്നേ? ആരെ വിളിച്ച ആരെ എടുക്കുക? നമുക്ക് ശ്രീനാഥിനെ വിളിച്ചാലോ? ആ ശ്രീനാഥിനെ വിളിക്കാം. ശ്രീനാഥ് ആവുമ്പോ നമ്മുടെ ഫാമിലി മെമ്പറുവാ. Okay. നമ്മുടെ റേഞ്ച് ഒക്കെ കറക്റ്റ് അറിയാം. കറക്റ്റ് ഒരു ഇതുണ്ടാവും. ശ്രീനാഥാ, ഹലോ. ഹലോ എന്നാ എന്നെ മനസ്സിലായില്ലേ? ആണോ? ഞാൻ ലിബിനാന്ന്. ഇതല്ല എന്റെ നമ്പർ. ആ അത് വാട്സാപ്പ് നമ്പർ, ഇത് വിളിക്കണ നമ്പർ. അതെ, എന്താ പരിപാടി? തിരക്കാണോ? ഓട്ടത്തില? ആണോ? അതെ, ഞാൻ വിളിച്ചതേ വേറെന്ത് പരിപാടി? അതെ, ഞാൻ വിളിച്ചതേ അതെ ഒരു പെറ്റ്സ് ചാനൽ തുടങ്ങുന്നുണ്ട്. പെറ്റ്സ് ചാനൽ എന്ന് വെച്ചാൽ മറ്റേ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്. ചാനൽ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ പോലത്തെ ഒരു സാധനം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് തത്തകളെയും പൂച്ചകളെയൊക്കെ പാടിക്കുന്ന ഒരു പരിപാടി. തത്തകളെയും പൂച്ചകളെയൊക്കെ വെച്ചിട്ട് ഒരു മത്സരം. ആന്ന്
അത് സംഭവം വെറൈറ്റി ആയിരിക്കും, നമ്മൾ വിചാരിക്കും പോലെ അല്ല. അവര് അതിന്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വേറെ ലെവലാണ് സാധനം. അത് വേറെ കത്തും. പിന്നെ നമുക്ക് സ്റ്റേജിൽ നമ്മൾ തത്തകളുടെയും പൂച്ചകളുടെയും കൂടെ ആയിരിക്കും നമ്മുടെ പരിപാടികളൊക്കെ ഇനി. അപ്പൊ അതിനെ ഒരു ജഡ്ജായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഒരാളെയും കൂടെ പറഞ്ഞു. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ശ്രീനാഥേട്ടനാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാഥേട്ടൻ. ഞാൻ മൃഗസ്നേഹിയായിട്ടൊന്നുമില്ല, ഇത് നല്ല പൈസ കിട്ടുന്നത്. എന്ത് പാട്? അതായത് അവര് ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരും. അവര് പട്ടികളൊക്കെ ഉണ്ടാവുന്ന തോന്നണം. അപ്പൊ അവര് പാടുമ്പോ നമ്മൾ ജഡ്ജ് ചെയ്യുക, ശ്രുതിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക, അതിന് മാർക്ക് ഇടുക, പറഞ്ഞു വിടുക, വീട്ടിൽ പോരാ. നിങ്ങക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമുള്ള സംഭവം ഞാനും കണ്ടിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞ സംഭവം അവരെന്തായാലും സ്റ്റാർട്ട് ചെയ്യും. വലിയ ലോഞ്ചിങ് ഒക്കെ മറ്റേ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതിന്റെ ലോഞ്ചൊക്കെ. നമ്മളായിരിക്കും ഇവിടുത്തെ മെയിൻ ആൾക്കാരപ്പോ. ഫ്രണ്ടില് കസേരയിട്ടിരിക്കുക, വേണം ഒരു കാലും കാലുമേ കയറ്റി വെക്കാം, വേറെ ലെവലായിരിക്കും. ടെലിവിഷനില് പുതിയ യൂട്യൂബ് ചാനലാണ്. അവര് പക്ഷെ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് തുടങ്ങി, ഭയങ്കര പ്രൊമോഷൻ ഒക്കെ ആയിരിക്കും. കാശ് കിട്ടുമ്പോ നമുക്ക് ഇതൊക്കെ വിചാരിക്കേണ്ട ആവശ്യമുണ്ട് ശ്രീനാഥേട്ടാ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അപ്പൊ പിന്നെ ഇതും കൂടെ ചെയ്തുകൂടെ? തത്തയും പൂച്ചയും വേറെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് പാട്ട് പാടാൻ സാധ്യതയുള്ള. പിന്നെ കുയിലിന് ഒക്കെ വന്യമൃഗങ്ങളായതുകൊണ്ട് കിട്ടുമോന്ന് അറിയില്ല. ഒരു സീനിയർ തത്തയെ കൂടെ ഉണ്ട് ജഡ്ജായിട്ടത്. തത്ത സീനിയർ തത്ത പറയട്ടെ ശ്രീനാഥേട്ടാ, നമ്മള് തെറി വിളിക്കരുത്. നമ്മളീ മൈൽ സ്റ്റോണിലെ ഇന്റർവ്യൂല നിങ്ങളെ കളിയാക്കാൻ പറഞ്ഞ് വിളിപ്പിച്ചെന്നെ. ഞാന് അപ്പൊ എന്തായാലും നന്നായി നിങ്ങളെ വിളിച്ചു. വേറെ ഇപ്പൊ പച്ചത്തറി വിളിച്ചാല് എനിക്കൊരു ടാസ്ക് കിട്ടിയതാ. അതായത് എനിക്കൊരു ടാസ്ക് കിട്ടിയതാ. ഞാനൊരു ചോദ്യത്തിന് ഉത്തരം തെറ്റിച്ചു. അപ്പൊ എനിക്കൊരു ടാസ്ക് കിട്ടി, ഒരു സെലിബ്രിറ്റി ഫ്രണ്ടിനെ വിളിക്കണം. അപ്പൊ എനിക്ക് വേറെ ആരെ വിളിച്ചാലാണ് ഇതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. അതെ, നിങ്ങൾക്ക് അതെ, അത് വളരെ നന്നായി. അതല്ലടാ, ഞാൻ ആലോചിച്ചത് ഇത്ര ലോജിക്കില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് നീ വിളിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. പറഞ്ഞിട്ട് തത്തനെയും പൂച്ചേനെയൊക്കെ ഈ പൂച്ച പാടിക്കുന്ന സെറ്റപ്പിനൊക്കെ നീ എന്ത് കാര്യത്തിനെ കൂട്ടി നിൽക്കണേ? ഞാൻ ഇവിടെ ഒരാളുടെ കൊടുക്കാം. ഹലോ ശ്രീനാഥ്, രമ്യാണ്. മനസ്സിലായി. ഹലോ, മൈൽ സ്റ്റോൺ അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ ഉടായ്പൊക്കെ കൊണ്ടുവരൂ? എന്താറിയോ, ഈ നേരവും പിന്നെ വിളിച്ചത് ഇവനായതുകൊണ്ടും ഇടയ്ക്ക് ഇവൻ വിളിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യമൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും കാശ് കിട്ടിൽ എന്ത് ചെയ്യും എന്നൊരു സാഹചര്യത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് അവരത് പറയുമ്പം ചേട്ടാ കാശ് കിട്ടും എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഞാന് കാശ് കിട്ടുകയാണെങ്കിൽ ഈ തത്തയും പൂച്ചയൊക്കെ പോയിട്ട് എന്തിനാ അതെനിക്ക് പറയണമെന്നുണ്ട്. അപ്പൊ ഞാനത് ഇവൻ ഇത്ര അതപ്പതിച്ചോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മനസ്സിൽ. അപ്പൊ ഞാനത് ചോദിച്ചിട്ട് ഞാൻ വിഷമാവും. അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കുക. ഞാനതിന്റെ കഥ എത്രത്തോളം പോകുന്നറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അല്ല ശ്രീനാഥിന് ഇത് പ്രാങ്ക് ആയിട്ട് തോന്നിയതേ ഇല്ല? ഞാൻ ആക്ച്വലി വേറെ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഞാൻ വണ്ടിയിലാണ്ടിരിക്കുന്നു. അപ്പൊ ഇവൻ വിളിച്ചിട്ട് ഞാൻ യൂഷ്വലി സംസാരിച്ചോണ്ടിരിക്കില്ല. അപ്പൊ ഇവന് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ആ കാര്യത്തിലേക്ക് വന്നത്, പറഞ്ഞോണ്ടിരിക്കുന്ന മാറ്ററിലേക്ക്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ടെലിവിഷൻ ആണോന്ന് ചോദിച്ചത്. തത്തേണ്ടത് ഞാൻ എന്ത് ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നോട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഇവന് മറുപടി കൊടുക്കുന്നതിന്റെ ഇടയിൽ കൂടെ എന്റെ സംസാരത്തിൽ അത് തോന്നിയില്ല, ഞാൻ വേറെ ആലോചിച്ചോണ്ടിരിക്കുന്നു. അത്
കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ കൂടെ ഞാൻ ഇതിന്റെ ബോധമില്ലായ്മയെ കുറിച്ചാണ് മെയിനായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അയ്യോ ലോജിക്കില്ലാത്തൊരവസ്ഥയിൽ എന്റെ ലിവിൻ ഇങ്ങനല്ല. അല്ല ഓക്കെ, എന്തായാലും ശ്രീനാഥ് നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പർ ആണ്, അതുകൊണ്ട് ആ ഒരു ഫ്രീഡം എടുത്തിട്ടാണ് നമ്മൾ വിളിച്ചത് കേട്ടോ. ആ ഒരു സ്നേഹം കൊണ്ട്. അപ്പൊ ലിബിൻ ആദ്യം ഒന്ന് ശങ്കിച്ചു, വേണോ ചീത്ത കേക്കോ തേരുകൾ. ഇപ്പൊ പറഞ്ഞ ശ്രീനാഥ് ആണ്, നമ്മുടെ ഫാമിലി മെമ്പർ ആണ്, നമ്മൾ തമാശക്കല്ലേ, ദ്രോഹിക്കണമൊന്നുമില്ല, നമുക്ക് വെറുതെ വിളിക്കാം, അങ്ങനെ ഒരു ബാക്കപ്പ് ഞങ്ങൾ ഒരു ധൈര്യം കൊടുത്തു, അതുകൊണ്ട് വിളിച്ചതാണ്. അങ്ങനെ യൂഷ്വലി നമ്മള് കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോ ഫ്രണ്ട്സിന്റെ ഇടയിൽ തെറി പറയണ പോലെയൊക്കെ പറയെങ്കിലും ഞാൻ ഫോണിൽ കൂടെ അങ്ങനെ അവനെ തെറി വിളിച്ചിട്ടില്ല. അതിന്റെ ഒരു മടി എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ വിളിക്കാറില്ല. ഞാൻ അതുകൊണ്ട് അത് ആലോചിച്ചതാ. ഞാൻ എന്തോ ഭാഗ്യത്തിന് സാധാരണ സംസാരിക്കുന്ന പോലെ വല്ലത് വായിൽ വന്ന് പോയത്, അത് കിട്ടിയിരുന്നേനെ. അത് കളിക്ക്. ഇപ്പൊ എവിടെ പ്രോഗ്രാമിന് തിരുവനന്തപുരത്ത് പോവാ? ഇന്നാണോ ഷോ? ഇന്ന് ഈവനിങ് ആണോ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ സൂപ്പറായിട്ട് പ്രോഗ്രാം എല്ലാം നന്നായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം കേട്ടോ. സുഖമായിട്ടിരിക്കുന്നല്ലോ? ഓക്കെ, അപ്പൊ ശരി, കാണാം. ഓക്കെ, താങ്ക് യു. ഞങ്ങള് നല്ല സുഹൃത്തുക്കളാ. ശ്രീനാഥ് ഇതുവരെ ലിബിനെ ചീത്ത വിളിച്ചിട്ടില്ല. അതിനൊരു വഴി ഒരുക്കി തരികയായിരുന്നു ഞങ്ങൾ, പക്ഷെ അതിനും ശ്രീനാഥിനെ വിളിച്ചിട്ടില്ലാത്തോണ്ട് ചീത്ത വിളിക്കാനുള്ള ഒരു മടിയും. അതെ, നമ്മൾ ഷോസിനൊക്കെ പോകുമ്പോ ശ്രീനാഥൻ ചീത്ത വിളിക്കും, എല്ലാവരെയും ചീത്ത വിളിക്കും, അവരെ വിളിക്കാൻ പറ്റാത്തോണ്ട് അത് മുഴുവൻ എന്റെ അടുത്തൊന്ന് പറയാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മിക്കവാറും കിട്ടും. പക്ഷെ മൈൽ സ്റ്റോൺ ഇത്രയൊക്കെ ഒടുക്കി തരാൻ പറ്റുള്ളൂ. ഒരു മാസം ഒരുമിച്ചുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ഷോ. 40-40 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോ ആരെ വെറുപ്പിച്ചിട്ടാണോ വരികയെന്ന് പറയാം. പക്ഷെ ഭയങ്കര കൂട്ടായിട്ട് വന്നത്. ഏകദേശം ശ്രീനാഥ് ഭയങ്കര ഫ്രണ്ട്ലിയാ, വളരെ ചിരിച്ചു ചിരിച്ച് വയ്യാതെ. ഭയങ്കര കൂൾ പേഴ്സൺ, വളരെ ഈ പറയുന്ന പോലെ സെയിം വൈബാണ് നിങ്ങളായിട്ട് കറക്റ്റ് ആയിട്ട്. എനിക്ക് അവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, നല്ല കപ്പിൾ അവര്, നിങ്ങളെ പോലെ തന്നെ കപ്പിൾ. അടുത്ത ചോദ്യം ലിവിന്റെ ആണ്. ചാൻസ് 6 ചോദ്യം. ഇത് എങ്ങനെയാണ്? ഡോണ്ട് ആസ്ക് മീ വാട്ട് ഇറ്റ് ഈസ്. ഇനി ഷഫിൾ ചെയ്ത് നോക്കിയാലോ? ഇനി എന്നോടൊന്നും ചോദിക്കല്ലേ മറ്റാരും, അതല്ലേ മറ്റാരും കാണാതെ, അതല്ല, ഡോണ്ട് ആസ്ക് മീ വാട്ട് ഇറ്റ് ഈസ്. ഇനി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാലോ? എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് അറിയില്ല. എന്നോട് ചോദിക്കില്ലേ, എന്നോടൊന്നും ചോദിക്കല്ലേ, അതല്ല, ഇതെന്താണ് വാട്ട് ഇറ്റ് ഈസ്. 5 4 3 2 1. അതെ, അത് തന്നെയാ. എന്താണ് എന്നോടൊന്നും ചോദിക്കല്ലേ മറ്റാരും കാണാതെ എന്നോടെന്തോ മെല്ലെ ചൊല്ലാനില്ലേ, നിന്നെ കാണും നേരത്തേതോ മൗനം താനേ മോഹം മോളും. ഓക്കെ, അപ്പൊ ഉത്തരം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ടാസ്ക് എടുത്തേ പറ്റൂ. പാവ പ്രൊഡ്യൂസർ തല പുകഞ്ഞാലോചിച്ച് കുറേ ടാസ്കുകൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഉപയോഗിച്ചോട്ടെ. എന്താന്നറിയോ, അടുത്ത ടാസ്ക് എന്തിനാണ് എന്റെ അപ്പൂസ് പൊങ്ങച്ചം പറയണം. ഓക്കെ, എന്റെ പാർട്ട്ണർ ഭയങ്കര പൊളിയാണ്, അവള് ഭയങ്കര ഇതാണ്, അങ്ങനെയാണ്. സിമ്പിൾ. ഇതാണ് 1 മിനിറ്റില് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ട്ണറിനെ കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞോളാം. ഓക്കെ, റെഡി? ടൈമർ ഇട്ടോ. 1 മിനിറ്റ്. അതായത് ഇപ്പം ത്രേസ്യാമ്മനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ സൗന്ദര്യം ഇങ്ങനെ ഒഴുകുകയാണ്. സൗന്ദര്യവും ബുദ്ധിയും ശക്തിയും എല്ലാം നിറഞ്ഞ ഒരു ആളാണ് ത്രേസ്യാമ്മ. പിന്നെ നല്ല പല്ലുകൾ, നല്ല ചുണ്ടുകൾ. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ അവള് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, എല്ലാ കാര്യത്തിലും അവൾക്ക് ഭയങ്കര കഴിവെന്ന് പറഞ്ഞാൽ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അസാധ്യ പാട്ട്. എൻ്റെ മോൻ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പ പാടണ്ട, അമ്മ പാടിയാൽ മതി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ പാട്ടാണ്. ഇപ്പൊ എൻ്റെ മക്കൾ അവളുടെ പാട്ട് കേൾക്കാതെ ഉറങ്ങില്ല. അതെ, എന്തിനീ ഞാൻ പോലും ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകും. ഉറങ്ങിയിട്ടെങ്കിൽ അതൊന്ന് കേൾക്കാതിരിക്കും. തെറ്റി മാറി. ഓക്കെ, സോറി. പിന്നെന്താ, പിന്നെ അവള് നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. അതെ, അവളുടെ ഡ്രൈവ് ചെയ്തൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ടിട്ട് എല്ലാവരും എന്താ ഡ്രൈവിങ് ചേച്ചിയുടെ, ഒരു രക്ഷയില്ല എന്നിങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്.
അത് ഞാനിങ്ങനെ അവള് എന്നെ കൊണ്ട് ലിവിച്ച എൻ്റെ ഒരു വീഡിയോ എടുക്കുക, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തു. അപ്പോൾ ഞാനത് ഇച്ചിരി എന്നിട്ട് സ്പീഡിൽ, സ്ലോ ആണ് വണ്ടി, പക്ഷെ ഞാൻ ഇച്ചിരി ആക്കിയിട്ട് ഇട്ടു കഴിഞ്ഞപ്പോഴും മറ്റേ മീറ്ററിൽ സ്പീഡ് കാണിക്കുന്നത് മാറില്ലല്ലോ. ഓക്കെ, അതുപോലെ ഹസാർഡ് ലൈറ്റ് ഓടായിരുന്നു. ടൈം ഔട്ട് എന്ന് പറയാൻ അർത്ഥം അറിയൂല. പൊങ്കച്ചൻ പറയാൻ പറഞ്ഞിട്ട് താത്തി പറഞ്ഞ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈ ടാസ്ക് വേണ്ടായിരുന്നു. എന്തിനാ വെറുതെ അടുത്ത ചോദ്യം ഓക്കെ.